നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് ഒരു 65 വയസ്സൊക്കെയാണ് അല്ലേ. പക്ഷേ കാനഡയിൽ വന്നപ്പോൾ എന്നെ ഏറ്റവും ഷോക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് 70s-ലും 80s-ലും 90s-ലുള്ള ആൾക്കാർ വരെ ജോലിക്ക് പോകുന്നു. പലരും കാഷ്വലായിട്ടോ പാർട്ട് ടൈം ആയിട്ടോ ഒക്കെ ജോലിക്ക് പോകുന്നു. അപ്പം ഞാൻ ഓർത്ത് എന്തിനാണ് ഇവർ ഈ റിട്ടയർമെൻറ്റ് ഏജിൽ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന ഈ ഏജിലൊക്കെ ജോലിക്ക് പോകുന്നതെന്ന് തന്നെ ആലോചിച്ചു. ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ, അതായത് US, കാനഡ, ഓസ്ട്രേലിയ പോലെയുള്ള കൺട്രീസിലൊക്കെ ലൈഫ് ഇസ് വെരി എക്സ്പെൻസീവാണ്. നമുക്കൊരു പെൻഷനൊക്കെ കിട്ടിയാൽ പോലും ചിലപ്പോൾ അത് എല്ലാത്തിനും തികയണമെന്നില്ല. അതുകൊണ്ടാണ് ആളുകൾ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകത്തിന് വേണ്ടി ആ പ്രായത്തിലും ജോലിക്ക് പോകുന്നത്. പക്ഷേ നമ്മളെപ്പോലുള്ള ഇമിഗ്രൻസിന് ഡു യു തിങ്ക് ദാറ്റ് ഈസ് പോസിബിൾ? പക്ഷെ പലരും ഇപ്പോഴും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് പറ്റാവുന്ന സമയത്ത്, അതായത് യങ്ങർ ഏജിൽ തന്നെ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയാൽ നമുക്ക് ആ ഒരു റിട്ടയർമെൻറ്റ് ഏജൊക്കെ കുറച്ചും കൂടി ഏർലി ആക്കി കുറേ കൂടി ലൈഫ് എൻജോയ് ചെയ്യാനും റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. സോ ഞാനൊരു 5 വർഷം മുമ്പ് ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കുട്ടികളോടൊപ്പം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നോക്കണമെന്ന് വിചാരിച്ചാണ് സോഷ്യൽ മീഡിയ എക്സ്പ്ലോർ ചെയ്തത്. ആ സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണാനിടയായത്. ആ പോസ്റ്റ് ഒരു ഓൺലൈൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചായിരുന്നു. അപ്പം ഞാൻ ആദ്യം എനിക്കിച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ലെറ്റ് മീ എക്സ്പ്ലോർ ഇറ്റ് ബിക്കോസ് ഇവിടുത്തെ റിയാലിറ്റി ഇതാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് കാണണം അല്ലേ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തു, എസ്പെഷ്യലി എൻ്റെ ലെജിറ്റിമസിയും കാര്യങ്ങളൊക്കെ. ആൻഡ് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് ആസ് എ വെരി ഹൈ പൊട്ടൻഷ്യൽ. നമുക്ക് ലോങ് ടേമിൽ നല്ലൊരു പൊട്ടൻഷ്യലുള്ളൊരു ബിസിനസ്സാണ് എന്നെനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ ജോലിയോടൊപ്പം തന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. കാരണം വളരെ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് മോഡലാണ്. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാരണം ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി പാർട്ട് ടൈം ആക്കാൻ പറ്റി. വീട്ടിലേക്കൊരു എക്സ്ട്രാ ഇൻകം കൊണ്ടുവരാൻ പറ്റി. നമുക്ക് എന്താ പറയുക, ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് ജോലി ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ ജോലി ചെയ്യുക എന്നുള്ളതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം ലോങ് റണ്ണിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഏജ്ഡ് ആയി കഴിഞ്ഞ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മുടെ മക്കളുടെ ലൈഫും അതുപോലെയൊക്കെ തന്നെ ആകുമോ നമുക്കറിയില്ല. അപ്പം നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഉള്ളിലൊരു ഹോപ്പ് തോന്നുന്നുണ്ടോ? Are you feeling curious and do you have faith? Then reach out to me. ഞാൻ എങ്ങനെയാണ് എൻ്റെ ജോലിയോടൊപ്പം ഇത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയതെന്നും എൻ്റെ ജേർണി എങ്ങനെയായിരുന്നെന്നും ആൻഡ് ഐ വിൽ ഷെയർ all the details with you. So message me and have a wonderful day everyone. God bless you all.